ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു Minnuztastykitchen. അപ്പോൾ ഇന്നത്തേത് ഒരു കപ്പ് പച്ചരി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ നമ്മുടെ ഈ റെസിപ്പി ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ഒരു 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നല്ലതുപോലെ കുതിർത്തെടുത്തതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാത്രിയെ തന്നെ വെള്ളത്തിൽ നമ്മൾ പച്ചരി ഇട്ട് വെക്കണം. അതിനുശേഷം രാവിലെ എടുത്താലും മതി. അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കുക. അതിനുശേഷം വെള്ളമൊക്കെ നല്ലതുപോലെ ഊറ്റിക്കളഞ്ഞ് നമുക്കിതൊരു മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചരി വെള്ളമൊക്കെ കളഞ്ഞ് മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/4 കപ്പ് തൈരാണ്. ഇപ്പോൾ ഒരുപാട് പുളിയൊന്നുമില്ലാത്ത തൈരാട്ടോ. കൂടെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം മിക്സർ ജാറിൽ. അപ്പോൾ ഒരു കപ്പ് പച്ചരി കുതിർത്തതിന് ഒരു 1/4 കപ്പ് തൈരും അതേപോലെ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വേറെ ഒട്ടും തന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ തരിതരിപ്പില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അരച്ച് വെച്ചത് നമുക്ക് ഇതേപോലെ വലിയൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഒട്ടും തന്നെ അരിഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാവും. അപ്പം നമുക്കിവിടെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരിവുണ്ടല്ലോ, ആ രീതിക്കാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറിയൊരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതും കൂടി ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അടുത്തേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് കടുകും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഉഴുന്നാണ്, അതും 1 ടേബിൾ സ്പൂൺ അടുത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. അപ്പോൾ ഇത് മൂന്നും നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/4 കപ്പ് നമ്മുടെ സവാള ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് സവാള ചോപ്പ് ചെയ്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഒരു 1/4 കപ്പ് സവാള ചോപ്പ് ചെയ്തും അതേപോലെ തന്നെ 1/4 കപ്പിൻ്റെ അടുത്ത് ക്യാരറ്റും ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ സവാളയും അതേപോലെ തന്നെ ക്യാരറ്റും ഒക്കെ പതുക്കെ ഒന്ന് കടിക്കാൻ കിട്ടിയാൽ മാത്രം മതിയാവും. അതുകൊണ്ട് ഒരുപാട് തന്നെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്താണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങ് വെന്തൊന്നും പോകണ്ട, ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനിയിപ്പോൾ നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ പച്ചരിയുടെ മാവുണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരുന്ന ആ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം, തണുക്കാനായിട്ടൊന്നും നിൽക്കണ്ട കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കൂടെ തന്നെ നല്ലതുപോലെ പൊങ്ങി ശരിക്കും ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ. കൂടെ തന്നെ 1 ടീസ്പൂൺ അടുത്തേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ട് വരുമ്പോഴാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന എല്ലാ മിക്സും കൂടി നമ്മുടെ ആ മാവുമായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല, അങ്ങ് നേരെ റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാൻ, വെച്ചില്ല എന്ന് കരുതിയും ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി നമ്മുടെ മാവൊക്കെ ആണെങ്കിലും ഇവിടെ നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പൊട്ട് തന്നെ സമയം കളയാതെ നമുക്ക് നേരെ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഇതേപോലെ ഉണ്ണിയപ്പച്ചട്ടിയിലാട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ കുട്ടി കുട്ടി ഉണ്ണിയപ്പം പോലെയാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിലൊന്നും വേണ്ടാതെ കുറച്ച് ഓയിലിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ മിക്സ് റെഡിയാക്കിയപ്പോഴും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓരോ കുഴിയിലേക്കും കുറച്ച് വീതം ഒരു 1/4 ഭാഗം മാത്രം മതി വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഓയിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ കുഴിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക നമ്മുടെ ആ വെളിച്ചെണ്ണ. ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്ത് നമ്മുടെ മാവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ കുഴിയിലേക്കും ഒരു 1/4 ഭാഗം. അങ്ങ് നിറച്ചൊഴിക്കേണ്ട, കാരണം ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് നല്ലതുപോലെ ഇങ്ങ് പൊങ്ങി വരും. ഇനിയിപ്പോൾ ഇങ്ങനെയല്ലാതെ ചെറിയൊരു അപ്പം പോലെ ചുട്ടെടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചുട്ടെടുക്കാം. ഇതാവുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കുറേയും കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മൂടി വെച്ച് ഗ്യാസ് ഒരു മീഡിയത്തിലിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വശമൊക്കെ ഒന്ന് പതുക്കെ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, മറുഭാഗമൊക്കെ ആണെങ്കിലും കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മാറി ശരിക്കും ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പം നമുക്ക് ഇതേപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം.
നമുക്കപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടെ തന്നെ ഒരു തേങ്ങാ ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ നമുക്ക് കഴിക്കാം. ഇതാ 2 വശം റെഡി ആയി കഴിഞ്ഞപ്പോൾ നമുക്കിതിങ്ങനെ എടുത്ത് കോരി മാറ്റി വയ്ക്കാം. കണ്ടോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ. എന്നാൽ നമ്മുടെ ആ കുഴിയിലാണെങ്കിലും കുറച്ച് എണ്ണയും കൂടി നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടാതെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കുഴിയിൽ മാത്രമേ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വരെ തന്നെ ഞാൻ ബാക്കി എല്ലാത്തിലും ഒരു 1/4 ഭാഗം എണ്ണ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അവിടെ ഇരുന്നത് റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ സിമ്പിൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചൂടോടുകൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാടൊന്നും തണുത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു തേങ്ങാ ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ സോസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ലതായിരിക്കും. പക്ഷേ തേങ്ങാ ചമ്മന്തി ആയിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എരിവൊന്നുമില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കണും കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷനൊക്കെയാണ് ഇതിന് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.